നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറി തയ്യാറാക്കിയാലോ. നല്ല സോഫ്റ്റായ വട്ടയപ്പത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ടുള്ള കുരുമുളകിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത നമ്മുടെ മട്ടൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. ഞാനിവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു മട്ടൻ കറിയുടെ മെയിൻ എരിവ് എന്ന് പറയുന്നത് കുരുമുളക് പൊടിയും അതുപോലെ പച്ചമുളകുമാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ സവോള കഷ്ണങ്ങളാക്കി മുറിച്ചത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇതിട്ട് കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരല്പം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ച് അതും ഈ മട്ടനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളിയും നമ്മൾ ചേർത്ത് കൊടുത്തു. വീണ്ടും ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 4-5 ചെറിയ ഉരുളക്കിഴങ്ങ്, ചെറുതാണെങ്കിൽ 5 എണ്ണം, വലുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ മതിയാവും. അതും കൂടെ പുഴുങ്ങിയെടുക്കാം. ഇതിൻ്റെ കൂടെയല്ലാട്ടോ, അത് സെപ്പറേറ്റ് നമ്മൾ വേവിച്ചെടുക്കണം. നമ്മുടെ മട്ടനും അതുപോലെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വരുന്ന നേരത്തേക്ക് തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ച ആ പാല് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് വെക്കാം. വലിയ വലിയ കഷ്ണങ്ങളായി തന്നെ മുറിച്ച് വെക്കാം. നമ്മുടെ മട്ടൻ ഇവിടെ നല്ലതുപോലെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ പുഴുങ്ങിയത്, അതിട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ ഗ്രേവിയിൽ ആവശ്യമുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. കാരണം നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് തിള വന്നതിന് ശേഷം നമുക്കിത് കാച്ചി ഒഴിക്കാം. ഞാനൊരു പാനിലോട്ട് കുറച്ച് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ മുരിങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മട്ടൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഫൈനലായിട്ട് ഒരു നുള്ള് ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യാറില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ചേർത്ത മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.